എല്ലാ കൂട്ടുകാർക്കും ബിന്ദു ടെറസ് ഫാമിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ്. നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒക്കെ ചെടികളെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്, കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വലുതായി. കുറച്ച് ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. അപ്പം ഞാൻ ആദ്യമേ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടോ ഒരു ചട്ടി, റോസ് നിന്നൊരു ചട്ടിയാണ്. നോക്ക്, ആ ചട്ടിക്കകത്ത് ഞാനൊരു തൈ പറിച്ച് നട്ടോ. നോക്ക്. അപ്പം ബാൽക്കണിയിലാണെങ്കിൽ പോലും ഇതുപോലത്തെ ചെറിയ ചട്ടികൾ മേടിച്ച്, ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ മേടിച്ച് വെച്ചിട്ട് ഓരോ തൈ നട്ടാൽ മതി. നോക്ക്, നമുക്ക് ആവശ്യത്തിനുള്ള സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗിയ 2 പറിക്കാൻ കിടക്കുന്നു. കണ്ടോ, 2 ഗിയ പറിക്കാനുണ്ട്. ഇവിടെ ഒരെണ്ണം കിടക്കുന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗിയ അങ്ങ് പറിച്ച് കളയുക, കാരണം നമ്മുടെ മുന്തിരിക്ക് അല്ലെങ്കിൽ കെയർ കിട്ടത്തില്ല. ഇനിയിപ്പോൾ മുന്തിരിയെ നോക്കിയില്ലെങ്കിൽ ഈ തഴപ്പ് തീരുന്നതോടുകൂടിയാണല്ലോ മുന്തിരിയുടെ ഇത് പൊട്ടിയിട്ട് എന്നാ പറയുന്നത്, നല്ല ചെനപ്പ് പൊട്ടിയിട്ട് മുന്തിരിയുടെ പൂവ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്കിത് ഗിയെ പറിച്ച് കളഞ്ഞിട്ട് നെറ്റ് ക്ലിയറാക്കി വിടണം. എന്നിട്ട് മുന്തിരിക്ക് നമുക്ക് ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇട്ടും കൊടുക്കണം. അപ്പോൾ അത് ഞാൻ എല്ലുപൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പം ഇത് കണ്ടത് ഇതെല്ലാം ഇതിനകത്ത് നട്ടിരുന്നത് കാണാൻ മേലെ നിൽക്കും. ഇപ്പോൾ നോക്കും, എല്ലാം നിറച്ച് തിങ്ങി നിൽക്കുക. നോക്കും, കണ്ടോ, എല്ലാം തക്കാളി നല്ലതായിട്ട് ഇതാണ്. ഇത് നമ്മുടെ പവിഴമല്ലിയായിരുന്നു, അത് ഞാൻ വെട്ടിക്കൊടുത്തായിരുന്നു. അത് പൊട്ടിക്കെടുത്ത് വരുന്നുണ്ട്. കണ്ടോ, പവിഴമല്ലി, അത് പൂവിടും. ഇനി നമ്മുടെ വാഴ അതിനകത്ത് നിൽപ്പുണ്ട്. ഓരോ കൂമ്പെടുത്ത് വരും. തണുപ്പിന് വളർന്നില്ല, തണുപ്പ് കഴിയുമ്പോഴത്തേക്കിനും മേപ്പോട്ട് കയറി വരുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, റോബസ്റ്റ, പച്ച കളറിലെ ഇതില്ലേ, റോബസ്റ്റയുടെ ഒരു കുഞ്ഞ് തൈ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നടണമെന്ന് വിചാരിക്കുന്നു. ചന്ദ്രേട്ടനാണ് സൂപ്പർ കോളിഫ്ലവർ. നമ്മളിത് ഇത്രയും കോളിഫ്ലവർ മേടിച്ചു. കണ്ടോ, ഇതെല്ലാം നമ്മളിപ്പോൾ പറിച്ചതാണ്. കണ്ടോ, കോളിഫ്ലവർ. ബാക്കി ഇനിയും കുറച്ചുകൂടെ നിൽപ്പുണ്ട്, അത് നമുക്ക് നാളെ എങ്ങാനും നമുക്ക് പറിക്കാം. ഇത് കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ. നോക്ക്, എല്ലാത്തിലും പൂവുണ്ടായതേ. കണ്ടോ, കണ്ടോ, എല്ലാ കോളിഫ്ലവറിലും പൂവുണ്ടായിട്ട് വരുന്നു. കണ്ടോ, നോക്ക്. കണ്ടോ, ഇതിനകത്ത് നമ്മൾ നട്ടതിനകത്ത് എല്ലാം ഉണ്ടായി വിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തക്കാളി നല്ലപോലെ വലുതായി എല്ലാം പൂവിട്ട് വരാൻ തുടങ്ങിയാണ്. നല്ല ശരിക്ക് വളർന്നു എല്ലാ ചെടികളും. നമ്മളിവിടെ ഇല്ലായിരുന്ന സമയത്ത് അമ്മായിയായിരുന്നു വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഒന്നും ഉണങ്ങിപ്പോയിട്ടില്ല, എല്ലാം നല്ലപോലെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, കണ്ടോ, അമ്മായി എല്ലാം നല്ലതായിട്ട് നോക്കിയാരണം, കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് പോയതായിരുന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടിട്ട് പോകുമ്പോഴത്തേക്ക് മുള വന്ന് നിൽപ്പുള്ളായിരുന്നു. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ എല്ലാം നോക്ക്,
ഇത്രയും ആയി വന്നത്. ഇതെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ ഇതിനടിയിൽ ഇനി ഈ ഇല പഴുത്ത് വാടിപ്പോയി കഴിയുമ്പോഴാണ് ഉരുളക്കിഴങ്ങായെന്നുള്ളതിനർത്ഥം. അപ്പോൾ നമ്മളതിനെ പറിച്ചെടുക്കും. ഇത് കണ്ടോ, കോളിഫ്ലവർ ചെറുതായിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമുക്ക് ബാക്കി എല്ലാ കോളിഫ്ലവറും നമുക്ക് വയ്ക്കുന്നത് കാണാം. കണ്ടോ, നമ്മുടെ തക്കാളി, ഈ തക്കാളി എന്താ അറിയില്ലത്, പൂവൊക്കെ ഉണ്ടായിട്ട് പഴുത്ത് പോകുന്നു, മനസ്സിലാകുന്നില്ല. ഇവിടെ കോളിഫ്ലവർ ഉണ്ടായിരിക്കുന്നു. ഇതങ്ങ് വിരിഞ്ഞ പോലെ ആയിപ്പോയി. കണ്ടോ, നമ്മുടെ മത്തനാണെങ്കിൽ നമ്മുടെ മത്തൻ പന്തലിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വളർന്നുള്ളൂ. ഇനി ഇച്ചിരി വളമൊക്കെ കൊടുക്കണം. കുറേ ദിവസങ്ങളായില്ല അവർക്ക് വളമൊന്നും കൊടുക്കാതായിട്ട്. ഇത് നമ്മുടെ തക്കാളി ഇതിലായിട്ടില്ല, ഇതിലായി വരുന്നേ ഉള്ളൂ. കണ്ടോ, കൂമ്പിട്ട് വരുന്നേ ഉള്ളൂ. വെറുതെ ഇതിനകത്ത് നിൽക്കുന്നതിനകത്ത് നോക്ക്, ഇതുണ്ട് 4 എണ്ണം നിൽക്കുന്ന 4ലും പൂവാ. നോക്ക്, കണ്ടോ, ഇത് 1, 2, ഇത് 3, ഇത് 4. കണ്ടോ, ഒരു ഡ്രമ്മിൽ നമ്മൾ ഇതിനകത്തായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോളിഫ്ലവറിനെ പാകി നിർത്തിയത് കേട്ടോ. അതിനകത്തുനിന്ന് കുറേ ചെടികൾ ഇടയ്ക്കുന്ന് ഞാൻ പറിച്ച് മാറ്റി നട്ടതായിരുന്നു. ബാക്കി 4 എണ്ണം ഞാൻ ഇതിനകത്ത് നിർത്തിയതായിരുന്നു. ഇത് കണ്ടോ, ഇതങ്ങ് വിരിഞ്ഞു പോയി പോകും. നോക്ക്, ഇതെല്ലാം നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട്. അതിൽ ഇനി അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാതാവും. ഇവിടെ ഒരെണ്ണം കണ്ടോ, ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. ഡ്രമ്മിൽ നട്ടിരിക്കുന്നതിനകത്ത് 1, 2, പിന്നെ ഇത് കണ്ടോ വിരിഞ്ഞ് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നു. നോക്കി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയോ. ശരിയാ, പുൽഗോപിക്ക് ഇപ്പം വിലക്കുറവാണ്. ഇപ്പോൾ കോളിഫ്ലവറിന് നല്ല വിലക്കുറവുള്ള സമയമാണ്. എന്നാലും നമ്മൾ വിഷമില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊരു ചെടിയിൽ ഇത്രയും ഇതുണ്ടാകുന്നത് കാണുമ്പോഴേ നമുക്ക് എന്തൊരു സന്തോഷമാണ്. വളമെല്ലാം ചെയ്തിട്ട് ഞാൻ എല്ലാം നട്ട് വലുതായി കഴിഞ്ഞാണ് പോയത്. 10-15 ദിവസത്തിനകം അവരെല്ലാവരും പൂത്തത്. ഇത് കണ്ടോ, ഇത് നോക്ക്, ഒരാൾ നിൽക്കുന്നത് നോക്കിക്കേ, നോക്ക്, ഇത് കണ്ടോ, ഇത് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നു. നോക്ക്, ഇത് ഏറ്റവും ആദ്യം ഉണ്ടായതായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആവാൻ പാടില്ല, ഇതിനു മുമ്പേ പറിക്കേണ്ടതാണ്. പക്ഷേ അത് പോയി. ഇനിയിപ്പോൾ നമുക്കത് പറിച്ച് കൂട്ടാൻ വയ്ക്കാമല്ലോ. ഇപ്പം എന്താ ചെയ്യും. ഇത് നമ്മുടെ തക്കാളി എല്ലാം പൂവിട്ട് കണ്ടോ, നിറച്ച് പൂട്ട് വരുന്നുണ്ട് തക്കാളിക്ക് ഉണ്ടായും കിടപ്പുണ്ട്. വേണ്ട, അത് നടന്നു പോകുന്നില്ല പോലും, തൊട്ടുടനെ നടന്നു പോകുന്നു. പിന്നെ ഇതിനകത്തൊക്കെ നിൽക്കുന്നതിനിപ്പോൾ കാണിച്ചു. ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കാണാവോ. കണ്ടോ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കുറേ ഉണ്ട്. കുറേ കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കാം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും, ഞാൻ ഇതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും ഇതുമൊക്കെ മാത്രമേ ഉള്ളൂ. അതും ചാണകപ്പൊടിയല്ലേ പ്രാവശ്യം കലക്കി ഒഴിക്കുമായിരുന്നു. ചാണകം കലക്കി ഒഴിച്ചതാണ്, അല്ലാതെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ തൈകൾ ഓരോന്നിനകത്തേക്ക് പറിച്ച് നട്ടു, അതെല്ലാം പൂത്തു. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞാപ്പി നിൽക്കുന്നു. നോക്കി, ഒരു കുഞ്ഞു ചെടി, നോക്ക്, അവനും പൂത്തു. നോക്ക്, ഇതുണ്ട്, ഒരു കുഞ്ഞു ചെടിയാണ്. അതിങ്ങനെ താഴോട്ട് വീണ് കിടക്കുക. നോക്ക്, കണ്ടോ, ചാക്കിൽ നമ്മൾ 2 എണ്ണം 3 തൈ നട്ടതാണ്. അപ്പോൾ 2 എണ്ണം അങ്ങേയറ്റത്തും ഇങ്ങേറ്റത്തും ആയിരുന്നു. അടുക്കൊരെണ്ണം കുഞ്ഞാപ്പി ഉണ്ട്. കണ്ടോ, ഒരു കുഞ്ഞത്. അപ്പം ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, നമുക്കിപ്പോൾ ഒരു പാക്കറ്റ്, ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു പാക്കറ്റ് ഇതിൻ്റെ കോളിഫ്ലവറിൻ്റെ അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഈ ടബിനകത്ത് ഞാൻ പാകി നിർത്തിയിരുന്നതാണ്. അത് ആയിക്കഴിഞ്ഞപ്പോൾ 2-3 ഇലപ്പരിവായപ്പോഴത്തേക്ക് ഞാൻ എല്ലാം പറിച്ച് നട്ടു. അതൊക്കെ നിങ്ങളെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറിച്ച് നട്ടതായിരുന്നു. കിട്ടുന്ന സ്ഥലത്തൊക്കെ നട്ടു. കാരണം ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്ന കാരണം ഉണ്ടല്ലോ, ഇതിന് ഇച്ചിരി സ്ഥലം വേണം. ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ നടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ 2 എണ്ണം വീതമൊക്കെ നട്ടിട്ടുണ്ട്. ഇതിലൊക്കെ 2 എണ്ണമാണ് നട്ടിരിക്കുന്നത്. അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നടുവാണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിച്ചുകൂടെ. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.